ഇത് കണ്ടോ, നമ്മൾ പുഴയിൽ നിന്നും അണ്ണാച്ചി വല, അടിവല എന്നൊക്കെ പറയും, അത് വലിക്കുന്ന തെങ്ങുകളാണ്. ഈ ഭയങ്കര ഇരുട്ടായും കൊണ്ട് പക്ഷെ ക്ലിയർ കുറവാണ്. നല്ല മീൻ കിട്ടിക്കണം. എന്താണ്ടോ, പിന്നെ എല്ലാ സൈസും മീനുണ്ട് ഇതിൽ. നമുക്ക് വലയൊക്കെ പ്രത്യേകിച്ച് ഞങ്ങളങ്ങനെ കൂട്ടിയിടല്ലേ, അത് മീനിനെ ഇങ്ങനെ കിട്ടിയിട്ടാണ് ഇങ്ങനെ കൂട്ടിയിടണത്. മീൻ ചാകര. ഇരുട്ടത്ത് ഞങ്ങൾ ശരിക്കും ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഇങ്ങനെ വലിക്കുന്നവർക്ക് തോണി എങ്ങനെ വലക്കടിപ്പിച്ച് ഇങ്ങനെ തുഴഞ്ഞു കൊടുക്കണം. അതാണ് കുറേയൊക്കെ നമുക്ക് ഇത് കിട്ടാത്തത്, വീഡിയോസ് കിട്ടാൻ ബുദ്ധിമുട്ട്. ഒരു 2 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അത്യാവശ്യം നല്ല എല്ലാ സൈസ് മീൻ. പിന്നെ ഏട്ടുണ്ട്, വറ്റക്കുട്ടികൾ കടുക അതുണ്ട്, പിന്നെ ചൂരപ്പൂസാണ്ട്, മത്തിയുണ്ട്, ഞണ്ട്, എല്ലാവിധ മീനും കൊടുക്കുന്നുണ്ട്. നല്ല റിസൾട്ട് തന്നെയാണ് വന്നത്. ഏട്ട കാര്യങ്ങളൊക്കെ കൈക്ക് കുത്തും, അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അതൊക്കെ ഈ കൂടുതൽ മീൻ ഉണ്ടാകുമ്പോഴാണ് കുത്ത് കൂടുതൽ കൊടുക്കുക. മറ്റേ ഒറ്റയും തെറ്റിയൊക്കെ ആകുമ്പോൾ അത്ര വലിയ പ്രശ്നമുള്ളതല്ല. പിന്നെ കുറേ ചണ്ടികൾ ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്യണം. പിന്നെ വല നന്നാക്കാനാണ് കൂടുതൽ ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ അടിയിലിടുന്നതിന് കൊണ്ട് കുറേ ചണ്ടികളൊക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇതിലൊന്നും വല്ലാതെ കുടുങ്ങിയിട്ടില്ല, ഇതിൽ മീൻ തന്നെ കുടുങ്ങിയുള്ളൂ. പിന്നെ വലുവിനനുസരിച്ചാണ് ഇടുക. വെള്ളം വേലി താങ്ങലിലാണ് കൂടുതൽ നമ്മൾ ഇടുക. വെള്ളം ഇറക്കുമ്പോൾ വല ചുരുണ്ടുപോകും. അപ്പം വെള്ളം വേലിക്ക് താങ്ങലിലാണ് വല കൂടുതലായിട്ടും വലിച്ചങ്ങ് കയറ്റുക.